നമസ്കാരം. അടവിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വനപാലകർക്ക് നേരെ CPM ലോക്കൽ സെക്രട്ടറി ഭീഷണി മുഴക്കിയത് വിവാദമായിരുന്നു. വനം വകുപ്പും തൊഴിലാളി യൂണിയനുകളുമായി തർക്കം ഉടലെടുത്തതോടെ സംസ്ഥാനത്തെ പ്രമുഖ എക്കോ ടൂറിസം കേന്ദ്രമായ അടവിക്ക് അനിശ്ചിതകാലത്തേക്ക് പൂട്ട് വീണു. എന്നിട്ടും വിഷയത്തിൽ പോലീസ് ഇടപെടുന്നില്ല. അതിനാൽ തന്നെ CPM നേതാവ് ഭീഷണി ആവർത്തിക്കുകയാണ്. ഇനി അങ്ങനെ തന്നെ പറയുമെന്നും മുൻപും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന പ്രയോഗങ്ങളാണെന്നും നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും പറഞ്ഞ് ന്യായീകരിക്കുകയാണ് CPM ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ്. നിരവധി കൊടിമരം അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്നും നീക്കാതെ CITUവിൻ്റെ കൊടിമരം മാത്രമാണ് നീക്കിയത്. അതിനാലാണ് പ്രതിഷേധ യോഗം നടത്തിയത്. CPMൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ വാഴുന്ന നാടായി മാറ്റാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്നും പ്രവീൺ കുറ്റപ്പെടുത്തി. തണ്ണിത്തോട്ടിലെ CPM പോരാണ് അടവിയിലെ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിനും വിലങ്ങുതടിയാകുന്നത്. ഇടപെട്ട വനപാലകർക്ക് നേരെ CPM ലോക്കൽ സെക്രട്ടറി വക ഭീഷണിയും. സംസ്ഥാനത്ത് കുട്ടവഞ്ചി സവാരി നടത്തുന്ന വനമേഖലയിലെ അടവിയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവി, അടവി, ആനക്കോട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കിയുള്ള വിശദമായ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സമരവും അടച്ചുപൂട്ടലും ഉണ്ടായിരിക്കുന്നത്. റെഡ് അലേർട്ട് കാരണം ഏതാനും ദിവസങ്ങൾ മുൻപ് തന്നെ അടച്ചപ്പോൾ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരുന്നു. നേരത്തെ AITUCയിൽപ്പെട്ട തൊഴിലാളികൾ മാത്രമാണ് കുട്ടവഞ്ചി തൊഴിൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തിടെ CITU യൂണിറ്റ് ഉണ്ടാക്കി. ഇവർ ഇവിടെ കൊടിമരം സ്ഥാപിച്ചു. ഇത് വനമേഖലയാണെന്നും കൊടിമരം നീക്കണമെന്നും വനംവകുപ്പ് ജീവനക്കാർ പറഞ്ഞു. എന്നാൽ യൂണിയൻകാർ ഇതിന് തയ്യാറായില്ല. തുടർന്നുണ്ടായ നീക്കങ്ങളാണ് അടച്ചുപൂട്ടലിലേക്ക് എത്തിയത്. CITU യൂണിയൻകാർ നടത്തിയ സമരത്തിൽ പ്രസംഗിച്ച CPM ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് ജീവനക്കാരുടെ കൈവിട്ടുമെന്നാണ് ഭീഷണി മുഴക്കിയത്. തങ്ങൾക്ക് ജോലി സുരക്ഷിതത്വം ഇല്ലെന്നും പോലീസ് കേസെടുക്കുന്നില്ലെന്നും പറഞ്ഞ് ജീവനക്കാർ വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. അടവിയിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾക്കായി ആകർഷകമായ ഗാർഡൻ, റെസ്റ്റോറൻറ്റ്, വ്യൂഡെക്ക്, എലിഫന്റ് ട്രഞ്ച്, ബാത്തിംഗ് പൂൾ, വാട്ടർ കിയോസ്, ജംഗിൾ ലോഡ്ജിൽ ഡോർമെറ്ററി മുറികളും വിശാലമായ പാർക്കിംഗ് ഏരിയ, പാതയോര ഭക്ഷണശാല തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. ഇനി തുറന്നാൽ തന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് വരാൻ ഏറെ സമയം വേണ്ടിവരും. കുട്ടവഞ്ചികൾക്ക് പ്രായം ഏറിയതോടെ കഴിഞ്ഞ ദിവസമാണ് 25 എണ്ണം പുതുതായി വന്നത്. ഇതിൽ ടാറും മറ്റും പുരട്ടി വെള്ളത്തിലിറക്കാൻ പണികൾ നടക്കുകയാണ്. ഇതിന് എപ്പോൾ എന്ന് കണ്ടറിയണം. അതേസമയം CITU യൂണിയനിൽപ്പെട്ടവർ സമരത്തിൽ നിന്ന് പതുക്കെ പിന്മാറുകയാണ്. കുട്ടവഞ്ചി സവാരി നടക്കുന്നത് ഇവിടെ എതിർക്കുന്നില്ല. സമരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാൽ നാണക്കേടുണ്ടാകുമെന്ന് കരുതി നിശബ്ദരായിരിക്കാനാണ് ഇവരുടെ നീക്കം.